നമുക്ക് നിപ്പയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. എംപോക്സ് സ്ഥിരീകരിച്ച ഒരു സാഹചര്യം കൂടിയാണ് മലപ്പുറത്തുള്ളത്. KT സ്വാലിഹ മലപ്പുറത്തു നിന്നും ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. സ്വാലിഹ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സ്വാലിഹ, ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോഴും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല, ആശങ്ക അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളതും. എങ്കിൽ പോലും കൂടുതൽ മുൻകരുതൽ എന്ന നിലയ്ക്ക് ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്ന കാര്യങ്ങൾ. വിനിഷ, സമ്പർക്ക പട്ടികയിൽ 267 പേരായി ഉയർന്നിട്ടുണ്ട്. ഇത് നിപ്പയുമായി ബന്ധപ്പെട്ട സമ്പർക്ക പട്ടികയിൽ. ഇതിൽ 7 പേർക്ക് രോഗലക്ഷണങ്ങൾ ഉള്ളതായാണ് മന്ത്രി പറഞ്ഞത്. ഇതിൽ 37 പേരുടെ നിലവിൽ ഈ മരിച്ച യുവാവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന 37 പേരുടെ പരിശോധനാ ഫലം ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ നെഗറ്റീവാണ്. ഇവർ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിപ്പയുമായി ബന്ധപ്പെട്ട ആശങ്കയിൽ താൽക്കാലികമായി ഒഴിയുകയാണെങ്കിലും ജാഗ്രത ഒരിക്കലും കൈവിടുന്നില്ല. ഈ മേഖലയിൽ വലിയ ക്രമീകരണങ്ങൾ, കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അത് ആരോഗ്യവകുപ്പ് തുടരുകയാണ്. ഒരാൾക്ക് പോലും, രണ്ടാമതൊരാൾക്ക് പോലും ഈ അസുഖം ബാധിക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്, ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത് എന്നാണ് ഇന്നലെ മന്ത്രി പറഞ്ഞത്. അതനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ തുടരും. നേരത്തെ ഉണ്ടായിരുന്ന ഈ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ തുടരുന്നുണ്ട്. ഈ രോഗബാധിതരായ യുവാവിന്റെ കുടുംബങ്ങളുടെ ഉൾപ്പെടെയാണ് ഇപ്പോൾ പരിശോധനാ ഫലം വന്നിട്ടുള്ളത്. ഒപ്പം ആശുപത്രിയിൽ ഇയാളെ ചികിത്സിച്ച ഡോക്ടർമാരുടെ, അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ എല്ലാം പരിശോധനാ ഫലം ഇതിനകം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക നിപ്പയുമായി ബന്ധപ്പെട്ട് ഒഴിവാവുകയാണ്. എംപോക്സ് ബാധിച്ചും ഈ 38-കാരനാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ്, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷെ ഇത് ഏതാണ്ട് 4 ആഴ്ചയ്ക്ക് മുകളിൽ ഇതിന് കാലതാമസം ഉണ്ടാവും, ഇത് പൂർണ്ണമായി സുഖപ്പെട്ടു വരാൻ കാലതാമസം ഉണ്ടാവുമെന്ന് ഇന്നലെ മന്ത്രി വിശദീകരിക്കുകയുണ്ടായി. 23 പേർ പ്രാഥമികമായി ഒരു നിരീക്ഷണത്തിൽ ഉണ്ട്. ഇയാൾ മറ്റ് നാട്ടിലെത്തിയതിനു ശേഷം കാര്യമായി സമ്പർക്കമൊന്നുമില്ലാതെ ക്വാറന്റൈൻ ചെയ്തിരുന്നു. പക്ഷെ ഇയാളുടെ കൂടെ യാത്ര ചെയ്ത ആളുകൾ, ഇടപഴകിയ ആളുകൾ, ഇങ്ങനെ 23 പേരാണ് നിരീക്ഷണത്തിലുള്ളത് നാട്ടിൽ. അതോടൊപ്പം തന്നെ 7 പേർ വിദേശത്തും നിരീക്ഷണത്തിലുണ്ട്. യാത്ര ചെയ്ത വിമാനത്തിലെ 3 റോ മുൻപിലും 3 റോ പുറകിലുമുള്ള ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 23 പേരും അതത് വീടുകളിൽ തന്നെ സ്വന്തമായി നിരീക്ഷിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത്. നിപ്പ പോലെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുക പോലുള്ള നടപടികളൊന്നും, പ്രോട്ടോകോളുകളൊന്നും ഈ എംപോക്സിനില്ല. അതത് വ്യക്തികൾ തന്നെ നിരീക്ഷണം നടത്തണം. പ്രത്യേകിച്ച് ഈ ശരീരത്തിലൊക്കെ ഉള്ള ഈ തടിപ്പുകളും മറ്റുമൊക്കെ സ്വയം നിരീക്ഷിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പനിയോ മറ്റോ ഉള്ളവർ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ഈ നിപ്പ സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ, കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ട ഭാഗങ്ങളിൽ പനിയുടെ സർവേ ആരോഗ്യവകുപ്പ് നടത്തി വരുന്നുണ്ട്. ഓരോ വീടുകളിലും നേരിട്ടെത്തി സർവേ നടത്തുന്നുണ്ട്. ഇതിന് 66 പേരടങ്ങുന്ന ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. 5 പേരാണ് ഒരു സംഘത്തിൽ ഉണ്ടാവുക. അത് ഏതാണ്ട് മുഴുവൻ വീടുകളിലേക്കും ഉടൻ പൂർത്തീകരിക്കാനാവും. ഇന്നോ നാളെയോ ആയി ഇത് പൂർത്തീകരിക്കാനാവുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വിനിഷ.